കേരള സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് CK ഷാജി മോഹൻ 24നോട് പറഞ്ഞു. സംഘം പിടിക്കാനുള്ള ഇടതുമുന്നണിയുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ നടപടി. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ജയശങ്കർ ചേരും. അതിനുമുമ്പ് ഷാജി മോഹൻ പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേൾക്കാം. CK ഷാജി മോഹൻ്റെ വാക്കുകൾ. ഇത് തീർച്ചയായിട്ടും പ്രതികാരം നടപടി സംഘം പിടിക്കുക എന്നുള്ള ഇടതുപക്ഷ മുന്നണിയുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഒരു രൂപയുടെ പോലെ സാമ്പത്തിക ഇതില്ല, അപാകതയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭരണസമിതിയെ നേരത്തെ പറഞ്ഞാൽ ഭരണസമിതി പിരിച്ചുവിടണമെങ്കിൽ അവർക്ക് നോട്ടീസ് തരണ്ടേ. എന്നോട് ഒരു വ്യക്തമായി പറഞ്ഞത് പൊളിറ്റിക്കൽ അജണ്ടയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. എന്താണ് നിങ്ങൾക്കുള്ള ഇത് ആക്ഷേപം പറയാം, ആക്ഷേപം ഉണ്ടെങ്കിൽ പരിഹരിക്കാം. അവർക്കൊരു ആക്ഷേപം പറയാനായിട്ടില്ല. പാസ്സാക്കില്ല. EV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നു. ജയശങ്കർ, വിശദാംശങ്ങൾ. SKN കഴിഞ്ഞ ദിവസമാണ് ഈ ബാങ്ക് ഭരണസമിതി പൊടുന്നനെ സഹകരണ രജിസ്ട്രാർ പിരിച്ചുവിടുന്നത്. പിന്നാലെയാണ് ഈ ഷാജി മോഹന്റെ പ്രതികരണം വരുന്നത്. രാഷ്ട്രീയ പ്രേരിതമായി രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ UDF ഭരിക്കുന്ന ഭരണസമിതിയെ പിരിച്ചുവിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് ഇത്തരത്തിലൊരു നീക്കമുള്ളത്. ഇത് സംഘം പിടിക്കുക എന്ന LDFന്റെ അജണ്ടയുടെ ഭാഗമാണ്. ഇതിനെതിരെ കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. കോടതി ഉൾപ്പെടെ പരിഗണിക്കുന്ന കാര്യം പരിശോധിക്കുന്നുണ്ടെന്നും ഷാജി മോഹൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ വയനാട്ടിൽ അടക്കം ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിൽ ആളുകളുടെ വായ്പ ഉൾപ്പെടെ എഴുതി തള്ളാൻ നടപടി സ്വീകരിച്ചൊരു ബാങ്കിന്റെ സംസ്ഥാന ഭരണസമിതിയാണ് പൊടുന്നനെ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഈ ബാങ്ക് ഭരണസമിതിയുടെ പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് പറയുന്നതനുസരിച്ച് ഒരു തരത്തിലുള്ള ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ബാങ്കിൽ ഉണ്ടായിരുന്നില്ല. ചട്ടവിരുദ്ധമായാണ് സമിതി പിരിച്ചുവിട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിയമ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും ഈ പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട്. മാധ്യമങ്ങൾക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇതുവരെ ലഭ്യമാകാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ സഹകരണ വകുപ്പും സഹകരണ രജിസ്ട്രാറും ഇനി എന്ത് നടപടി സ്വീകരിക്കുന്നു, അവരുടെ തുടർ പ്രതികരണം എന്താകുമെന്നാണ് നിലവിൽ നോക്കേണ്ടത്. എന്തായാലും സർക്കാർ നിയോഗിച്ച പകരം സംവിധാനം, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണവുമായി ബന്ധപ്പെട്ട സംവിധാനം കഴിഞ്ഞ ദിവസം തന്നെ ബാങ്കിൽ ചുമതലയേറ്റിട്ടുണ്ട്. SKN. EV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.